ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് ബ്രദർ ആന്റണി ഈശോയുടെ പ്രാർത്ഥനാ രീതിയെ കുറിച്ച് കണ്ടിന്യൂ ചെയ്യുകയാണ്. ബ്രദർ ആന്റണി, വെൽക്കം യു. പ്രാർത്ഥിക്കാം. പിതാവേ, സമയം ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവ് നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവ് നന്ദി പറയുന്നപ്പ പുതിയൊരു അഭിഷേകം ഞങ്ങൾ എല്ലാവരുടെ മേൽ പകരപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെല്ലാം മുരുകൾ സൗഖ്യപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാത്തരം ഭയങ്ങൾ വിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ ശരീരം, നമ്മുടെ ആത്മീയ ജീവിതമെല്ലാം ബലം പ്രാപിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ പുതിയൊരു ശക്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥനാ ചൈതന്യം ഞങ്ങളുടെ മേൽ അങ്ങ് ഐക്യനമേ, പ്രാർത്ഥനാ ചൈതന്യങ്ങളെ മേൽ ഐക്യനമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിനോർത്തങ്ങ് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു അഭിഷേകം ലോകത്തിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാ എല്ലാ രാജ്യങ്ങളുടെ മേൽ വർഷിക്കപ്പെടട്ടെ അങ്ങ് പ്രാർത്ഥിക്കുന്നു. യുദ്ധം നടക്കുന്ന എല്ലാ മേഖലയിൽ സ്വർഗം ഇടപെടാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇടപെടാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇടപെടാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഇടപെടുന്നമേ പ്രാർത്ഥിക്കുന്നു. അപ്പ നാളെ രാജ്യത്തിൽ പുതിയൊരു ഉണർവ് വരാൻ അങ്ങ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സൂം മീറ്റിംഗ് വന്ന എല്ലാ വ്യക്തികളോർത്തും പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യക്തിപരമായ പരിശുദ്ധാത്മാവ് നിറയട്ടെ. കുടുംബത്തിലെല്ലാം പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ. അസാധാരണമായ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. പ്രാർത്ഥനാ ചൈതന്യത്താൽ കുടുംബങ്ങൾ നിറയട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ മഹത്വത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അബാ പിതാവേ, ഈശ്വനാമത്തിൽ ഞങ്ങളെ തിരുരക്തത്താൽ പൊതിയണമേ. അബാ പിതാവേ, ഈശ്വനാമത്തിൽ ഞങ്ങളെ ചുറ്റും അഗ്നിയുടെ കോട്ട സൃഷ്ടിക്കണമേ. അബാ പിതാവേ, ഈശ്വനാമത്തിൽ മാലകമാർ ഞങ്ങളെ ചുറ്റും പകലും രാത്രിയും പാളയമടിക്കാൻ ഞങ്ങൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ. വേണ്ട വിധം പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. വേണ്ട വിധം ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ സംസാരിക്കണമേ. പരിശുദ്ധാത്മാവെ, പുതിയ ബോധ്യങ്ങൾ നമ്മളെ ഉള്ളിൽ നിക്ഷേപിക്കുന്നേ പ്രാർത്ഥിക്കുന്നു. വെളിപാടുകൾ ഉണ്ടാകട്ടെ. അഭിഷേകങ്ങൾ പകരപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വീണ്ടും യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു നമുക്ക് വചനത്തെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇന്നലെ ഞങ്ങൾ കുറെ കാര്യം പഠിച്ചു. ഇന്നലെ പരിശുദ്ധാത്മ യേശു എങ്ങനെ പ്രഭാതത്തിലിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പരിശുദ്ധാത്മ നിറഞ്ഞു കഴിഞ്ഞിട്ട് യേശു വീണ്ടും പ്രാർത്ഥിക്കാൻ പോയി. പിന്നെ നമുക്കറിയാം, രാത്രി സമയങ്ങളെല്ലാം യേശു പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ രാത്രികളെല്ലാം യേശു നീണ്ട സമയം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കാണാൻ സാധിക്കുന്നു, ഒരു അത്ഭുതം ഉണ്ടായി കഴിഞ്ഞിട്ട് യേശു പ്രാർത്ഥിക്കാൻ പോയി നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ വേറെ കുറെ രോഗികൾ യേശുവിനടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ യേശു വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ പോയി. ഇത് നമ്മൾ വചനത്തിൽ നമ്മൾ കണ്ടു. പിന്നെ ഒരു ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ യേശു ഒന്നും മിണ്ടാതെ വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ. സ്നാപയോനാൻ മരണം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. സ്നാപയോനാൻ മരിച്ചു പറഞ്ഞിട്ട് ശിഷ്യന്മാരെ പോയി യേശുവിനടുത്ത വാർത്ത പറഞ്ഞു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന യേശു ഒന്നും മിണ്ടാതെ ശാന്തമായി അവിടുന്ന് ഇറങ്ങിപ്പോയി വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ. ഒരു വിഷയം നമ്മളിവിടെ പഠിക്കാനുണ്ട്. എന്താണ്? ബുദ്ധിമുട്ട് സാഹചര്യത്തിലെല്ലാം നമുക്കറിയാം, ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ വിധിക്കാൻ സാധ്യതകളുണ്ട്, കുറ്റം പറയാൻ സാധ്യതകളുണ്ട്, ദേഷ്യപ്പെടാൻ സാധ്യതകളുണ്ട്, നുണകൾ പറയാൻ സാധ്യതകളുണ്ട്, വാശി പിടിക്കാൻ സാധ്യതകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ വായടച്ച് സ്വന്തം മുറിയിൽ കയറി വാതിലടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു പ്രത്യേകമായ സമാനം നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കും. യേശുനാണ് നമ്മളത് പഠിക്കുന്നത്. അതാണ് ബുദ്ധിമുട്ട് ഒരു സമയത്ത് യേശു പ്രാർത്ഥിക്കാൻ പോയി. അടുത്തൊരു വചനം നമ്മൾ നോക്കുന്നു. യേശു ഗെത്സമനിലെ പ്രാർത്ഥന. ഗെത്സമൻ എങ്ങനെയാണ് യേശു പ്രാർത്ഥിച്ചത് നമുക്ക് നമുക്ക് ധ്യാനിക്കാം. മത്തായി 26 36 വചനം. മത്തായി 26:36. അനന്തരം യേശു അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. ബുദ്ധിമുട്ട് സാഹചര്യമായിരുന്നു. യേശു കുരിശു വഹിക്കാൻ പോകുന്നു. അപ്പൊ യേശു എന്താണ് തീരുമാനം എടുത്തത്? ഗെത്സമനിലേക്ക് പോകണം. ഗെത്സമനിൽ പോയി അവിടെ പ്രാർത്ഥിക്കണം. അങ്ങനെ ശിഷ്യന്മാരെടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പൊ നോക്കുക, ഒരു ബുദ്ധിമുട്ട് സാഹചര്യം വരാൻ പോകുന്നു. അതിനു വേണ്ടി യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അടുത്ത വാക്ക് വായിക്കുക, 37-ാമത്തെ വചനം. അവൻ പത്രോസിനെയും സെബദിയുടെ ഇരു പുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് അപ്പൊ നോക്കുക, പറഞ്ഞു, യേശു ഉള്ളിലെ ഒരു ദുഃഖം. ഈ ദുഃഖം പറയുമ്പോൾ മാനുഷികമായ ദുഃഖമല്ല, ഒരു അസ്വസ്ഥകൾ വെളിപ്പെടാൻ തുടങ്ങി. അതൊരു ആത്മാവിന് ഒരു അസ്വസ്ഥകൾ, ഒരു ദുഃഖം യേശുവിന് ഉള്ളിൽ വെളിപ്പെടാൻ തുടങ്ങി. അടുത്ത വാക്ക് വായിക്കുക. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അപ്പൊ നോക്കുക, തീവ്രമായ ദുഃഖ കാരണത്താൽ മരണം വരെ എത്തിയിരിക്കുന്നതാണ് യേശു പറയുന്നത്. അപ്പൊ നോക്കുക, അങ്ങനെ ഒരു ദുഃഖം, അങ്ങനെ ഒരു അസ്വസ്ഥ യേശു വെളിപ്പെടാൻ തുടങ്ങി. അതൊരു മാനുഷികമായ ദുഃഖമല്ല, അതൊരു പരിശുദ്ധാത്മ പ്രവർത്തനമാണ്. അത് ശക്തമായ ഒരു വേദന യേശുവിന് ഉള്ളിൽ വെളിപ്പെടാൻ തുടങ്ങിയാണ് ബൈബിൾ നമ്മൾ കാണുന്നത്. ശിഷ്യന്മാരെടുത്ത് പറഞ്ഞു, നിങ്ങളും പ്രാർത്ഥിക്കുക, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പൊ അതാണ് 38-ാമത്തെ വചനം പ്രാസം വായിച്ചു. 37 38. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. അപ്പൊ യേശു അവരടുത്ത് ആവശ്യപ്പെട്ട എന്താണ്? നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുക, ഞാൻ അങ്ങോട്ട് പോവാന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ നോക്കുക, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഒരു സമയമുണ്ട്. ഒരു സാഹചര്യം വരുമ്പോൾ വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കണം. യേശു വേണമെങ്കിൽ ശിഷ്യന്മാരെ കൂടി ഇന്ന് പ്രാർത്ഥിച്ചാൽ മതിയായ. യേശു പറഞ്ഞു, നിങ്ങളിവിടെ പ്രാർത്ഥിക്കുക. അങ്ങനെ മാറി നിന്ന് യേശു പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശു അവരിൽ നിന്ന് മാറി നിന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മൾ നോക്കാൻ മതി, വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും എന്തിനാണ് യേശു അങ്ങനെ പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. 39-ാമത്തെ വചനം. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകന്നു പോകട്ടെ. അപ്പൊ യേശു എങ്ങനെയാണ് വീണത്? കമന്ന് വീണു ആണ് പറയുന്നത്. മലയാളം ബൈബിൾ പറയുന്നത് കമന്ന് വീണു. ഇംഗ്ലീഷിൽ പറയാണ്, വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഹി ത്രൂ ഹിംസെൽഫ് പറയുമ്പോൾ നമ്മൾ ഒരു മര കഷ്ണം എടുത്ത് ഇങ്ങനെ താഴെ ഇടില്ലേ, അല്ലെങ്കിൽ ഒരു വലിയൊരു കല്ലെടുത്ത് താഴെ ഇടില്ല, ആ രീതിയിലാണ് യേശു അവിടെ വീണത്. പതുക്കെ മുട്ടുകുത്തി പതുക്കെ സാഷ്ടാംഗമായി കടന്നതല്ല യേശു. അപ്പൊ ചിന്തിക്കുക, എങ്ങനത്തെ രീതിയിലാണ് യേശു അവിടെ പ്രാർത്ഥിക്കാൻ പോയത്, എങ്ങനത്തെ രീതിയിലാണ് യേശു പ്രാർത്ഥിച്ചത് ചിന്തിക്കുക. ഇംഗ്ലീഷിൽ പറയാണ് ഈ ത്രൂ ഹിംസെൽഫ്. അപ്പൊ തനിക്ക് തന്നെ അവിടെ അവിടെ വീണു. അതിനർത്ഥം ഒരു നല്ലൊരു സ്പീഡിലായിരിക്കും. നല്ലൊരു സ്പീഡിൽ യേശു അവിടെ വീണു. അങ്ങനെ യേശു അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് യേശു പ്രാർത്ഥിച്ചത്? 39-ാമത്തെ വചനത്തിൽ വീണ്ടും വായിക്കുക. എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. അപ്പൊ നോക്ക, ഒരു ലൈനാണ് യേശു പ്രാർത്ഥിച്ചത്. ഒരു ലൈൻ, ഈ എന്റെ ഹിതമല്ല അങ്ങ് ഹിതം നടക്കട്ടെ പണ്ട് ഒരു ലൈൻ പ്രാർത്ഥിച്ചു. വീണ്ടും യേശു തിരിച്ചു വരാൻ, ശിഷ്യന്മാരെ തിരിച്ചു വരാണ്. 40-ാമത്തെ വചനം. 40 വായിക്കുക. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അപ്പൊ നോക്കുക, യേശു എത്ര സമയം പ്രാർത്ഥിച്ചു? 1 മണിക്കൂർ പ്രാർത്ഥിച്ചു യേശു. ഒരു ലൈൻ മാത്രമാണ് വീണ്ടും വീണ്ടും യേശു പറഞ്ഞത്. 1 മണിക്കൂർ മാത്രമാണ് 1 മണിക്കൂറാണ് യേശു അവിടെ പ്രാർത്ഥിച്ചത്. തിരിച്ചു വരുമ്പോൾ കണ്ട ദൃശ്യം എന്താണ്? ശിഷ്യന്മാർ അവിടെ ഉറങ്ങാണ്. അപ്പൊ യേശു എന്താണ് ശിഷ്യനടുത്ത് പറഞ്ഞത്? 1 മണിക്കൂർ നിങ്ങൾക്ക് കാത്തിരിക്കാൻ സാധിച്ചില്ലാണ് ഒരു ചോദ്യം യേശു ചോദിച്ചത്. 41-ാമത്തെ വചനം വായിക്കുക. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണം? പ്രാർത്ഥിക്കാൻ യേശു പറഞ്ഞു. അപ്പൊ അതിനർത്ഥം പ്രലോഭനം വരാൻ മുമ്പ്, നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങൾ വരാൻ മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരാൻ മുമ്പ് പ്രാർത്ഥിച്ചു നിൽക്കണം. നമുക്കറിയാം, നമ്മൾ പരഭാസ പ്രലോഭനം വന്നു കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ആ പ്രലോഭനം അതിജീവിക്കാൻ സാധിക്കാറില്ല. അപ്പൊ ഇവിടെ നമ്മൾ കാണാൻ യേശു പറഞ്ഞതാണ്, പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ വരാൻ മുമ്പ് നമ്മൾ പ്രാർത്ഥനയിൽ കാത്തിരിക്കുക. അങ്ങനെയാണ് യേശു ശിഷ്യന്മാരെ അടുത്ത് പറഞ്ഞത്. ഇനി അടുത്ത വാക്ക് വായിക്കുക. 42-ാമത്തെ വചനം. 2-ാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു,
എന്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അപ്പൊ നോക്കുക, വീണ്ടും യേശു പോയി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറെ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച് വീണ്ടും തിരിച്ചു വരാണ്. തിരിച്ചു വന്നിട്ട് എന്താണ് പറയുന്നത് നോക്കുക, 43-ാമത്തെ വചനം. അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അപ്പൊ യേശു വീണ്ടും ഒന്നും പറഞ്ഞില്ല, അവരെ ഒന്നും പറയാതെ വീണ്ടും പോയി. 44-ാമത്തെ വചനം. അവൻ അവരെ വിട്ട് 3-ാം പ്രാവശ്യവും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു. അപ്പൊ നോക്കുക, ആദ്യം ഒരു മനുക്ക് പ്രാർത്ഥിച്ചു, ആ ഒരു വാക്കാണ്. വീണ്ടും പ്രാർത്ഥിച്ചു, വീണ്ടും ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് വീണ്ടും തിരിച്ചു പോയി. വീണ്ടും ഒരു മനുക്ക് പ്രാർത്ഥിച്ച് വീണ്ടും തിരിച്ചു വന്ന്, അങ്ങനെ 3 മണിക്കൂർ സമയമാണ് യേശു ഗെത്സമനിൽ പ്രാർത്ഥന ചെലവാക്കി. അപ്പൊ എന്തായിരിക്കും കാരണം ഈ വീണ്ടും പ്രാർത്ഥിച്ചു? എന്തായിരിക്കും കാരണം വീണ്ടും പ്രാർത്ഥിച്ചു? എന്തിനു യേശു നിർത്തിയില്ല? 1 മിനിറ്റ് പ്രാർത്ഥിച്ച് നിർത്തി വെച്ചാൽ മതിയില്ലേ? ഒരാൾ പറയാറുണ്ട്, 1 മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുക പിന്നെ നിർത്തി വെക്കുക. ഇവിടെ നോക്കുക, യേശു നിരന്തരം പ്രാർത്ഥിച്ചു. ആദ്യത്തെ 1 മണിക്കൂർ, 2-ാമത്തെ 1 മണിക്കൂർ, 3-ാമത്തെ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. എന്താണ് കാരണം? എന്തായിരിക്കും കാരണം? യേശു 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഉത്തരം കിട്ടാൻ വേണ്ടി. ഉത്തരം കിട്ടാൻ. ഉത്തരം കിട്ടാൻ 1. 2-ാമത്തെ എന്താണ്? ബലം പ്രാപിക്കാൻ. ബലം പ്രാപിച്ചിട്ടില്ല. ആദ്യത്തെ മണിക്കൂർ ഒരു ബലം വന്നില്ല, 2-ാമത്തെ മണിക്കൂറിൽ ഒരു ബലം വന്നില്ല, 3-ാമത്തെ മണിക്കൂറിലും ബലം വന്നില്ല. ആ ബലം കിട്ടുന്ന വരെ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, നമ്മളെല്ലാം പ്രാർത്ഥിക്കാൻ ഇരിക്കാറുണ്ട്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പറഞ്ഞ് നമ്മൾ അവിടുന്ന് എനിക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, യേശുക്ക് ആ ബലം കിട്ടുന്ന വരെ, ആ ശക്തമായി കർത്താവ് ബലപ്പെടുത്തുന്ന വരെ ആ ആള് നിരന്തരം ആളെ പ്രാർത്ഥിച്ചു. അടുത്ത വാക്ക് നോക്കുക. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ? ഇതാ സമയം അടുത്തിരിക്കുന്നു, മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. 46-ാമത്തെ വചനം. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. നോക്കുക, യേശു പറയാണ് നമുക്ക് എണീക്കാം, നമുക്ക് പോകാം. അപ്പൊ എന്തോ ഒരു സംഭവം അതിന്റെ ഉള്ളിൽ ഉണ്ടായി. എന്തായിരിക്കും ഉണ്ടായത്? എന്താണ് അതിനുള്ളിൽ ഉണ്ടായത്? എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ലൂക്കാ സുവിശേഷം കാണാൻ സാധിക്കും. ദൂതന്മാർ ഒന്ന് ശക്തിപ്പെടുത്തി. എന്തിനാ ശക്തിപ്പെടുത്തിയത്? എന്തിനാ ശക്തിപ്പെടുത്തിയത്? ക്രൂശീകരണത്തിന്റെ ഇതിലേക്ക് പോകാനുള്ള. അത് കറക്റ്റ് ആണ്, നമുക്ക് നോക്കാം കേട്ടോ. ലൂക്ക 22 43 44. ലൂക്ക 22 43 44. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അപ്പൊ നോക്കാം, സ്വർഗത്തിൽ ഒരു ദൂതൻ വന്ന് യേശുവിനെ ബലപ്പെടുത്താണ്. എന്തിനാ ബലപ്പെടുത്തിയത്? ഇനി കൂടുതലായിട്ട് തീവ്രമായി പ്രാർത്ഥിക്കാൻ. ഞാൻ ഈ ഗെത്സമനെ സംഭവങ്ങളെല്ലാം 10, 20, 30 വർഷം വായിച്ചുകൊണ്ടിരുന്നല്ല. പക്ഷെ ഈ കുറച്ച് വർഷം മുമ്പാണ് ഇത് കണ്ടത്. ഈ യേശു, ഈ മാലക വന്ന് യേശുവിനെ ബലപ്പെടുത്തി കഴിഞ്ഞിട്ട് യേശു കൂടുതൽ തീവ്രമായി പ്രാർത്ഥിച്ചു ആണ് ബൈബിൾ പറയുന്നത്. നോക്കുക, 44-ാമത്തെ വചനം. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ്. അപ്പൊ ഈ മാലക വന്ന് ബലപ്പെടുത്തിയ ആളെ ഇനി അതിൽ ഉള്ളിൽ കിടന്ന വേദന, ആ വേദന വർദ്ധിച്ചു ആണ് ബൈബിൾ പറയുന്നത്. ഇവിടെ വർദ്ധിച്ച് ആൾ എന്താ ചെയ്തത്? യേശു കൂടുതൽ തീവ്രമായി പ്രാർത്ഥിച്ചു. അപ്പൊ മാലക വന്നത് പ്രാർത്ഥിക്കാനാണ്, തീവ്രമായി പ്രാർത്ഥിക്കാനാണ് മാലക പ്രത്യക്ഷപ്പെട്ടത് അവിടെ. കാരണം പ്രാർത്ഥിക്കുമ്പോഴാണ് ജയം ഉണ്ടാവും, പ്രാർത്ഥിക്കുമ്പോഴാണ് ബലം പ്രാപിക്കുന്ന ഒരു വ്യക്തി, പ്രാർത്ഥിക്കുമ്പോഴാണ് കുരിശു വഹിക്കാൻ ഒരു പ്രത്യേക ഒരു അഭിഷേകം കിട്ടുന്ന വ്യക്തികൾ. ഞാൻ എന്റെ വൈഫ് അമല, ആൾക്ക് ക്യാൻസർ ആയിരുന്നു, 37 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റ് സമയങ്ങളിലെല്ലാം
ആക്സിസിലായിരുന്നു ട്രീറ്റ്മെന്റ്. അപ്പൊ ഒരു 6-7 മാസം അന്നും ആള് മാത്രമായിരുന്നു ട്രിവാൻഡ്രമില്, ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കൂടെ. അപ്പൊ ആളെ ട്രീറ്റ്മെന്റ് നിങ്ങളെ കീമോ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കടന്നു പോവാണ്. കടന്നു പോണ സമയത്തിലെല്ലാം ഡോക്ടേഴ്സ് അവനെ ചോദിക്കാറുണ്ടായിരുന്നു, ഭർത്താവ് ഒരു പ്രത്യേക ഒരു ധൈര്യം ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു ധൈര്യം കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ആക്ച്വലി മാനുഷികമായി നോക്കുമ്പോൾ എനിക്ക് ധൈര്യം കുറവാ. പക്ഷെ ഈ തിരക്കിന് ഉള്ളിൽ ഞാൻ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതല്ലാതെ പകല് സമയത്തിലെല്ലാം കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്കറിയാം, ഈ മാത്യു നായ്ക്കപ്പറമ്പിലച്ഛൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു ഒരു 30 വർഷം മുമ്പ്. അത് അച്ചടിച്ചതാണ്, രക്ഷണ സന്ദേശം. നമുക്കറിയാം, പഴയ ആളുകൾ എല്ലാവർക്കും അറിയാം. ചെറിയൊരു ബുക്കാണ് രക്ഷണ സന്ദേശം. അതൊരു ഇംഗ്ലീഷ് ബുക്കുണ്ട്. ആ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ആ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. 1 മണിക്കൂർ സമയം ആ പുസ്തകത്തിൽ ചെലവാക്കും. അപ്പൊ ഈ സുഖലത സമയത്തിലും ഈ ട്രീറ്റ്മെന്റ് സമയങ്ങളിലെല്ലാം എന്റെ ഉള്ളിൽ പ്രത്യേക ഒരു ആനന്ദം, പ്രത്യേക ഒരു ഫലം ഉണ്ടായിരുന്നു. നമ്മൾ ധ്യാനിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അഭിഷേകം എനിക്ക് ആ ദിവസങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു ആനന്ദമായിരുന്നു ഉള്ളിൽ, പ്രത്യേക ഒരു സന്തോഷമായിരുന്നു, പ്രത്യേക ഫലം ഉണ്ടായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ നമുക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രത്യേക ഒരു ഫലം നമുക്ക് ഉള്ളിൽ പ്രകടമാവുന്നു. അപ്പൊ യേശു ഗെത്സമനില് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് മൂന്നാം ഘട്ടത്തിന് മുമ്പായിരിക്കും മാതാവ് വന്ന് യേശുവിനെ ബലപ്പെടുത്തി. ബൈബിൾ പറയാണ്, മാതാവ് വന്ന് ബലപ്പെടുത്തി കഴിഞ്ഞിട്ട് യേശു തീവ്രമായി പ്രാർത്ഥിച്ചു. അപ്പൊ ആ ബലപ്പെടുത്തിയത് കാരണം എന്താണ്? തീവ്രമായി പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ തീവ്രമായി പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? വേർപ്പ് തുള്ളികൾ വീഴാൻ തുടങ്ങി. രക്തത്തിന് പോലെ വേർപ്പ് തുള്ളികൾ വീഴാൻ ശരീരത്തിൽ നിന്ന് വീഴാണ്. അപ്പൊ നോക്ക്, എത്രയും തീവ്രമായി യേശു പ്രാർത്ഥിച്ചു. ചിന്തിച്ച്. അപ്പൊ ഈ മാതക വന്നത് യേശുവിനെ ബലപ്പെടുത്താനാണ്, പ്രാർത്ഥിക്കാനാണ്, കുരിശ് വഹിക്കാനല്ല, പ്രാർത്ഥിക്കാൻ ബലപ്പെടുത്താനാണ് ആ മാലക അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ നമ്മുടെ വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തികളെ പ്രാർത്ഥിക്കുമ്പോഴല്ല നമുക്ക് സമാധാനം തോന്നാറുണ്ട്, ഒരു ബലം തോന്നാറുണ്ട്. അതിനർത്ഥം ഇതല്ല ആ പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുകയല്ല അതിനർത്ഥമാക്കുന്നത്. അതിനർത്ഥം ഇതാണ്, ഇനിയും നമുക്ക് തീവ്രമായി പ്രാർത്ഥിക്കാം. നമ്മളെ കുറ്റബോധം മാറിപ്പോകുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കുറ്റബോധമുണ്ട്, ഉത്കണ്ഠകളുണ്ട്, ചിന്തകളുണ്ട്, പ്രത്യാശയില്ലാത്ത അവസ്ഥകളുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് കുറെ സമയം കഴിഞ്ഞാൽ ആ കുറ്റബോധം മാറുന്നു, പ്രത്യാശയില്ലാത്ത അവസ്ഥ മാറുന്നു, വിഷമങ്ങൾ മാറുന്നു, ഔഷധ ഫലങ്ങൾ മാറിപ്പോകുന്നു. അപ്പൊ അതിനർത്ഥം ഇതല്ല അവിടെ പ്രാർത്ഥന അവസാനിപ്പിക്കുകയല്ല അർത്ഥമാക്കുന്നത്. ഇതാണ് കർത്താവ് ഇതെല്ലാം മാറ്റി, ഡിസ്ട്രാക്ഷൻസ് എല്ലാം കർത്താവ് മാറ്റി തന്നു, കൂടുതലായിട്ട് തീവ്രമായി പ്രാർത്ഥിക്കാനാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നോർമൽ നമ്മൾ ചെയ്യുന്നത് എന്താ? സമാധാനം തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്തോ ഒരു അഭിഷേകം തോന്നിക്കഴിഞ്ഞാൽ പ്രാർത്ഥന അവിടെ അവസാനിപ്പിക്കുന്നു. അഭിഷേകം തോന്നുന്നത് പ്രാർത്ഥന അവസാനിപ്പിക്കാനല്ല, ഇനി തീവ്രമായി പ്രാർത്ഥിക്കാനാണ്. അങ്ങനെയാണ് ഈശോടെ പ്രാർത്ഥിച്ചത്. ഇംഗ്ലീഷ് വാക്ക് വെരി ഇൻട്രസ്റ്റിംഗ് വാക്കുണ്ട് അതിൽ. എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് ഇംഗ്ലീഷില്. നൗ ലെറ്റ് us go മീൻസ് നമുക്ക് പോകാം യേശു പറയാണ്. അപ്പൊ ഈ 3 മണിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ബലം പ്രാപിച്ചു കഴിഞ്ഞിട്ട് യേശു പറയാൻ നമുക്ക് പോകാം പറയുമ്പോൾ എന്തോ ഒരു പ്രത്യേക രീതിയിലാണ് പറഞ്ഞത്. ചിന്തിക്കുക. അത് യോനാ ശിശു കാണാൻ സാധിക്കും. ഇവര് യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ആരാണ് അന്വേഷിക്കുന്നത് പറയുമ്പോൾ, അപ്പൊ അവർ നസറനായ യേശുനാണ് അന്വേഷിക്കുന്നത് പറയുമ്പോൾ, യേശു ഞാനാണ് പറയുമ്പോൾ അവർ വീണു പറയുമ്പോൾ ഒരാൾ വ്യാഖ്യാനിക്കാറുണ്ട്, അത് ഞാനാണ് പറയുമ്പോൾ അത് ബഹുമാനത്തോടെ വീണതാണ് പറയും. അത് ആക്ച്വലി ബഹുമാനത്തോടെ വീണതല്ല. യേശു ആ 3 മണിക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായ ഒരു അഭിഷേകം, പ്രത്യേകമായ ഒരു ഫലം വെളിപ്പെട്ടു യേശുവിന്. അപ്പൊ യേശു അവിടെ നിന്ന് ഇത് പറയുമ്പോൾ ഒരു അഭിഷേകം വെളിപ്പെട്ട് ആ സൈന്യങ്ങളെല്ലാം താഴെ വീണ് കിടന്നുമാണ് യഥാർത്ഥ്യം. മാനുഷികമായ പറയാറുണ്ട്, അത് ഞാനാണ് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഞാനാണ് പറഞ്ഞു, അത് അവർ ഓർമ്മ വന്നു, അവർ വീണുമാണ് പറയുന്നത്. അങ്ങനെ അല്ല. ഈ സമയത്തിൽ പ്രാർത്ഥിച്ച് എന്റെ യേശു പറഞ്ഞതാണ് നമുക്ക് പോകാം പറയുമ്പോൾ പ്രത്യേക രീതിയിൽ ഒരു അഭിഷേകം യേശുവിന്റെ മേലുണ്ടായിരുന്നു, പ്രത്യേക ഒരു ശക്തി യേശുവിന്റെ മേലുണ്ടായിരുന്നു. ഉള്ളിനുള്ളിൽ ബലപ്പെട്ടു മാത്രമല്ല, ആ ഗെത്സമനിൽ യേശു സാത്താനെ പരാജയപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യതാണ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. അപ്പൊ ആ വാക്ക് പറയുമ്പോൾ തനിക്ക് തന്നെ താഴെ വീണു. അപ്പൊ ഇതാണ് യേശുവിന്റെ പ്രാർത്ഥന ജീവിതം.
ഇങ്ങനെ ഉറങ്ങി തൂങ്ങി പ്രാർത്ഥിക്കുക അല്ല ദൈവഹിതം. തട്ടിമുട്ടി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുകയല്ല ദൈവഹിതം. നമ്മൾ ഇന്നലെ കണ്ടു, യേശു അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കണ്ടു. വിലാപത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കുറെ ധ്യാനങ്ങളെല്ലാം ഞാൻ ചോദിക്കാറുണ്ട്, യേശു അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പറയുമ്പോൾ അവർ പറയും യേശു ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കറക്റ്റ് അല്ല. ആക്ച്വലി ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, കുഴപ്പമില്ല. പക്ഷെ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചുവാണ് ബൈബിൾ പറയുന്നത്. കണ്ണീരോടെ യേശു പ്രാർത്ഥിച്ചു. അപ്പൊ ഇതാണ് യേശുവിന്റെ പ്രാർത്ഥന ജീവിതം. നമ്മൾ യേശുവിന് അനുഗാമികളാണ്, യേശുവിനെ അനുഗമിക്കുന്നു. നമ്മളും അങ്ങനെ ആയി തീരണം. നമ്മളായി അങ്ങനെ തീരണം. പരിശുദ്ധാത്മ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനാണ്. വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനാണ്. എന്താ പറയുക, ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. യേശുവിന്റെ പ്രാർത്ഥന ജീവിതം എങ്ങനെയായിരുന്നു, അത് നിങ്ങൾ ചിന്തിക്കുക, ധ്യാനിക്കുക. നമ്മൾ ഇന്നലെ കുറെ വചനം കണ്ടു, ഇന്നും ഈ ഗെത്സമന അനുഭവങ്ങൾ കണ്ടു. അപ്പൊ നമ്മൾ അത് ചിന്തിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അപ്പൊ കർത്താവേ, എനിക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കാണ്, ഗെത്സമൻ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങിയത് ആനിജോസ് ബ്രദർ ആണ്. അപ്പൊ ആനിജോസ് ബ്രദർ പറയാറുണ്ടായിരുന്നു, നമ്മള് മുട്ടുകുത്തി മധ്യസ്ഥം വഹിച്ച് മരിക്കുക, പ്രാർത്ഥിച്ച് കടന്നു പോവുക. ഒരു കാലം വരുന്നുണ്ട്, രാത്രി വരുന്നുണ്ട്, ആർക്കും ഒന്ന് പണി ചെയ്യാൻ സാധിക്കാത്ത രാത്രി. നമുക്കറിയാം, കൊറോണ നമ്മൾ കണ്ടതാണ്. ഇനി ഈ കൊറോണ പോലെ കുറെ മേഖലകൾ വരാൻ പോകുന്നു. അപ്പൊ ആ ഒരു പണി ചെയ്യാത്ത രാത്രികളായിരിക്കും. അപ്പൊ നിങ്ങൾ പറയാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യും. യൂട്യൂബ് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ യൂട്യൂബിൽ യേശു നാമം പറയുന്ന മിനിസ്റ്റെല്ലാം നിർത്തലാക്കി കളയും. സൗത്ത് ആഫ്രിക്കയിൽ ഒരു സുവിശേഷകൻ, ആള് പിശാചുകളെ ബഹിഷ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബഹിഷ്കരിക്കുന്ന സമയത്തില് രണ്ട് സ്ത്രീകളെ വന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ആള് പറഞ്ഞു ദാറ്റ് ഇത് ഒരു സ്വകർഭോഗത്തിന്റെ ദുരാത്മാവാണ്, സ്പിരിറ്റ് ഓഫ് സെക്ഷുവാലിറ്റി, ഹോമോസെക്ഷുവാലിറ്റി ആണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ പുള്ളിയുടെ ചാനൽ ക്ലോസ് ആയിപ്പോയി. പുള്ളിയുടെ ചാനൽ 1000, 2000, 3000 ശക്തമായ വീഡിയോകൾ ഉണ്ടായിരുന്നു. വർഷങ്ങളില് ഉള്ള ക്ലാസ്സും ഉള്ള ശുശ്രൂഷകളില് എല്ലാ വീഡിയോസ് ഉണ്ടായിരുന്നു. എല്ലാം ഇല്ലാതായിപ്പോയി. ഇവർ അന്വേഷിക്കുമ്പോൾ ഇവർ പറഞ്ഞിങ്ങനെയാണ് യൂട്യൂബിൽ, ഈ ഞങ്ങളൊന്നും ചെയ്യാറില്ല, ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് പറയുമ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടർ ഫെഡ് ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം അവർക്ക് നെഗറ്റീവ് ആണെങ്കിൽ ഇതെല്ലാം ഫെഡ് ആണ് കമ്പ്യൂട്ടറിൽ. തനിക്ക് തന്നെ ക്ലോസ് ആയി പോകും. നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട രാത്രി പണി ചെയ്യാത്ത ഒരു രാത്രി വരുമെന്ന് പറയുമ്പോൾ യൂട്യൂബ് ഉണ്ടാവും, ഇതൊന്നും ഉണ്ടാകാൻ പോണില്ല. ഇപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് സമയങ്ങളിലെല്ലാം തീവ്രമായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കും. അതാണ് വ്യത്യാസം. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സമയം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ഈ അമല രോഗത്തിൽ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ സാധിച്ച കാരണം എന്താണ്? എല്ലാ ദിവസവും അതിനു മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്തിലെല്ലാം നമുക്ക് തീവ്രമായി പ്രാർത്ഥിക്കാൻ സാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആരും വ്യക്തിപരമായി തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മയുടെ സഹായത്താലാണ് പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ വ്യക്തിപരമായി ഇപ്പൊ ജപമാല ചൊല്ലിയാലും, കരുണ കൊന്ത ചൊല്ലിയാലും, സ്തുതിപ്പായാലും, അല്ലെങ്കിൽ ഭാഷാപരമായാലും, എങ്ങനത്തെ പ്രാർത്ഥന ആയാലും പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടണം. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നു? പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാവില്ല, നമുക്ക് മടിയുണ്ടാവില്ല. അത് മാത്രമല്ല, പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു മാറ്റം ഉള്ളിലുണ്ടാവും. നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം വരും. ആ മാറ്റം ഉണ്ടാവണം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളില് സ്വാഭാവികമായിട്ട് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കടന്നു പോകുമ്പോൾ പ്രത്യേക ഒരു മാറ്റം വരണം. ആ പരിശുദ്ധാത്മ ഫലങ്ങൾ വെളിപ്പെടണം.
പരിശുദ്ധാത്മ 7 ദാനങ്ങൾ, ഭയം, അതെല്ലാം ഭക്തി, അതെല്ലാം വെളിപ്പെടണം. സ്വാഭാവികമായിട്ട് അത് വെളിപ്പെടും. പരിശുദ്ധാത്മാവെ എന്നെ പ്രാർത്ഥിക്കാൻ സഹായിക്കണം. കൃഷ്ണന് വഴിയായാലും, ജപമാല ആയാലും, വചന വായന ആയാലും, ഭാഷാപരമായാലും, സ്തുതി ആരാധന ആയാലും, പാട്ട് പാടി കർത്തനെ ആരാധിക്കുന്നതായാലും, ശാന്തമായി ഇരിക്കാനുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനെ സഹായിക്കണം. അപ്പൊ വ്യക്തിയുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ സഹായം ഉണ്ടാവണം. പരിശുദ്ധാത്മ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പ്രാർത്ഥിക്കാനാണ്. ഒരു വ്യക്തിയെ പരിശുദ്ധാത്മ നടന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിക്കും. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ സ്ഥാനപ്പെട്ട് പറയുമ്പോൾ പരിശുദ്ധ നിറയെ അനുഭവങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിക്കും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിക്കും. അപ്പൊ പരിശുദ്ധാത്മ സഹായം നമ്മൾ ചോദിക്കുക. അത് വെരി ഈസിയാണ്. അതൊന്നും നമുക്ക് വലിയൊരു പഠിത്തോ അല്ലെങ്കിൽ നമ്മൾ കുറെ അനുഭവങ്ങളൊന്നും ആവശ്യമില്ല. പരിശുദ്ധാത്മാവിനെ സഹായിക്കണേ പറയുക, പ്രാർത്ഥിക്കുക. അങ്ങനെ പതുക്കെ അങ്ങനെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. ആ പ്രവർത്തിക്കുന്ന രീതികൾ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. വേറെ കുറെ രഹസ്യങ്ങളുണ്ട്. പ്രാർത്ഥന കാര്യം ജസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുറച്ച് സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആ ഉദാഹരണത്തിൽ നമ്മൾ 8 മണിക്ക് രാവിലെ 8 മണി പ്രാർത്ഥന അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത 1/2 മണിക്കൂർ നമ്മൾ ശാന്തമായി നമ്മൾ നടക്കണം. അപ്പൊ ഉടനെ മൊബൈൽ എടുക്കുക, വേറെ പ്രോഗ്രാം കാണുക, വേറെ ആരും വിളിക്കുക, അങ്ങനെ ചെയ്യാതെ ആ അവസാനം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ 1/2 മണിക്കൂർ, അടുത്ത 1/2 മണിക്കൂർ ആരടുത്ത് സംസാരിക്കാതെ ശാന്തമായി പോവുക. കാരണം ഇതൊരു വെളിപാടാണ് കേട്ടോ. വേണമെങ്കിൽ സ്വീകരിക്കേണ്ട വ്യക്തിപരമായ വെളിപാടാണ്, പേഴ്സണൽ റിവലേഷൻ ആണ്. വെളിപാട് ഇതാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അടുത്ത 1/2 മണിക്കൂർ സാത്താൻ സന്ദർശിക്കുന്ന ഒരു സമയമാണത്. അപ്പൊ നമ്മൾ ആ 1/2 മണിക്കൂർ ശാന്തമായി പോവുക. അങ്ങനെ പ്ലാൻ ചെയ്യുക. പണിയെല്ലാം ചെയ്യാം, കാര്യങ്ങളെല്ലാം ചെയ്യാം. ആരെക്കൂടെ മിണ്ടാതെ ശാന്തമായി ചെയ്യുക. അതാണ് ഒരു രഹസ്യം. നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു മേഖല അതാണ്. ആദ്യത്തെ ഇതാണ് പരിശുദ്ധാത്മാവിനെ നയിക്കുന്ന പ്രാർത്ഥനയിൽ പറയുക. രണ്ടാമത്തെ ഈ ഒരു രഹസ്യം, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ 1/2 മണിക്കൂർ ശാന്തമായി നടക്കുക. കാരണം ആ സമയത്ത് സാത്താൻ സന്ദർശനം വരുന്നു. നൽകപ്പെട്ട അഭിഷേകം, നൽകപ്പെട്ട കൃപ, നൽകപ്പെട്ട വചനങ്ങൾ കക്കാൻ ആള് വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മളെ കോപിപ്പിക്കാൻ സാധ്യത ഉണ്ട്, നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ സാധ്യത ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമ്മൾ അസ്വസ്ഥപ്പെടുത്താൻ സാധ്യതകളുണ്ട്. അപ്പൊ ആ ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ യേശു പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ലൂക്കാ സുവിശേഷം 11, ലൂക്ക് ചാപ്റ്റർ 11, 5 തൊട്ട് 8 വരെ വായിക്കാം. ലൂക്ക് 11, 5 to 8. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടായിരിക്കട്ടെ അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതന് യാത്രാമധ്യേ എന്റെ അടുത്ത് വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. അപ്പൊ നോക്കുക, യേശു പറഞ്ഞ ഒരു ബോധ്യം ഇതാണ്. നമ്മളെ പ്രാർത്ഥനയിൽ ഒരു നിർബന്ധത ഉണ്ടാവണം. ഒരു നിർബന്ധത പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഓർക്കം തൂങ്ങി കുറച്ച് പ്രാർത്ഥനകളുണ്ട്, ശാന്തമായി പ്രാർത്ഥിച്ചാൽ മതി. കുറച്ച് പ്രാർത്ഥനകളുണ്ട്, നിർബന്ധത ഉണ്ടാവണം, പെർസിസ്റ്റൻസ്. അതിനർത്ഥം ഇയാള് പോയി പറഞ്ഞതാണ്, എനിക്ക് അപ്പം വേണം, വീണ്ടും ഇങ്ങനെ പറഞ്ഞ് ആ വ്യക്തി ശല്യമായി തോന്നിയ ആൾക്ക് ആണ് യേശു അങ്ങനെയാണ് പറഞ്ഞത്. ശല്യമായി തോന്നിയിട്ടാണ് ഈ ബ്രെഡും, ഈ കർത്താവ് ശല്യമായി തോന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ വീണ്ടും പറയുമ്പോൾ സാത്താന രാജ്യത്തിന് ശല്യമായി തോന്നും. അപ്പൊ നമ്മളെ പ്രാർത്ഥനയെല്ലാം നിർബന്ധത ഉണ്ടാവണം. ഒരു നിർബന്ധത ഉണ്ടാവണം പ്രാർത്ഥനയിൽ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ പ്രാർത്ഥന നയിക്കുമ്പോഴെല്ലാം വ്യത്യസ്ത രീതിയിലാണ് നയിക്കുന്നത്. ചിലപ്പോൾ ഒരു ശാന്തമായി ഇരിക്കാനായിരിക്കാം, ചിലപ്പോൾ ശാന്തമായി പ്രാർത്ഥിക്കാനായിരിക്കാം, ചിലപ്പോൾ ശാന്തമായി ആരാധിക്കാനായിരിക്കാം, ചിലപ്പോൾ ശാന്തമായി വചനങ്ങൾ പറയാനായിരിക്കാം. അത് ഒരു സൈഡാണ്. വേറൊരു സൈഡില്
ചിലപ്പോൾ ഒരു തീവ്രത വെളിപ്പെടും പരിശുദ്ധാത്മാവുണ്ട്. ചിലപ്പോൾ തീവ്രമായി പ്രാർത്ഥിക്കാനായിരിക്കാം, തീവ്രമായി വചനം പറയാനായിരിക്കാം, തീവ്രമായി ഭാഷാപരത്തിൽ പറയാനായിരിക്കാം, തീവ്രമായി ആരാധിക്കാനായിരിക്കാം. ഹൈ പ്രൈസസ്, ലോ പ്രൈസസ് ഉണ്ട്, ഹൈ പ്രൈസസ് ഉണ്ട്. അപ്പൊ ഉന്നതമായി ശക്തമായി തീവ്രമായി സ്തുതിക്കാനായിരിക്കാം. അങ്ങനെ ഒരു മുഖമുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയിൽ. പ്രാർത്ഥന ചെയ്യത്തിൽ അങ്ങനത്തെ ഒരു മുഖമുണ്ട്. അങ്ങനെ ബൈബിൾ എവിടെ എഴുതി വെച്ചുണ്ട്? ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. സഖരിയ 12. നമുക്കറിയാം, യേശു നാമം ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? യേശു നാമത്തിന്റെ പാട്ടുകൾ പാടും. യേശു 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 പറയും, യേശു ആരാധന പറയും. അങ്ങനെ യേശു നാമം നമ്മൾ കുറെ സ്നേഹിക്കും. ബുദ്ധിമുട്ടില്ലാത്ത സമയത്ത് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? യേശു നാമത്തിൽ വിട്ടുപോ പറയും. അപ്പൊ അത് വേറെ പ്രത്യേകതയാണ്. ബുദ്ധിമുട്ട് സമയത്ത് യേശു നാമം നമ്മൾ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നത്? ഒരു തീവ്രതയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രാർത്ഥന പറയുമ്പോൾ ചിലപ്പോൾ ശാന്തമാവും പ്രാർത്ഥന ആവും, ചിലപ്പോൾ തീവ്രത പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും. ഇവിടെ നോക്കുക, സഖരിയ 12. 10 വായിക്കുക. 10. സഖരിയ 12:10. സക്കറിയ 12:10. ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. അപ്പൊ നോക്കുക, ഒരു വ്യക്തി മേൽ പ്രാർത്ഥനാ ചൈതന്യം വരുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് വെളിപ്പെടാൻ പോകുന്നത്? സ്വന്തം ഒരു മകൻ മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വിലാപം എങ്ങനെയാണ്, ആ രീതിയിലായിരിക്കും പ്രാർത്ഥന. ചിന്തിച്ച് ആ പ്രാർത്ഥന ചെയ്ത് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ വെളിപ്പെടാൻ പോകുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? ഏകജാതൻ മരിക്കുമ്പോൾ, ഒരു വ്യക്തിന് ഒരു മകൻ മാത്രമുള്ള മകൻ മരിച്ചുപോയി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ആ പ്രാർത്ഥന? ചിന്തിച്ച് എങ്ങനെ ആയിരിക്കും? അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനം പരിശുദ്ധാത്മാവിനുണ്ട്. അങ്ങനത്തെ ഒരു പ്രകടനം പരിശുദ്ധാത്മാവിനുണ്ട്. പ്രത്യേകമായി തീവ്രതയിൽ പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകമുണ്ട്. അപ്പൊ യുദ്ധമില്ലാത്ത സമയത്ത് യേശുവേ യേശുവേ നമ്മൾ പറയും. പക്ഷെ ബുദ്ധിമുട്ട് സമയത്ത് യേശു പറഞ്ഞു കഴിഞ്ഞാൽ, യേശു നാമം പറയുമ്പോൾ എന്തിനാ പറയുന്നത്? തടസ്സങ്ങൾ മാറാനും, കോട്ടകൾ തകർന്നു പോവാനും, സാത്താൻ വിട്ടുപോവാനും ആണ് നമ്മൾ യേശുനാമം പറയുന്നത്. യേശുനാമം ഉച്ചരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പൊ ചിലപ്പോൾ ശാന്തമായ പരിശുദ്ധാത്മ നമ്മൾ നയിക്കും, ചിലപ്പോൾ തീവ്രത വെളിപ്പെടാം. ഒരു വ്യക്തി പരിശുദ്ധാത്മ നയിക്കപ്പെടുമ്പോൾ എല്ലാ സമയം പ്രത്യേകതകൾ ഉണ്ടാവും. വ്യക്തിയുടെ പ്രാർത്ഥനയിലും പ്രത്യേകത ഉണ്ടായിരിക്കും. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രത്യേകത ഉണ്ടായിരിക്കും. അപ്പൊ യേശു പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്, നിർബന്ധപൂർവം നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ അതിന് താഴെ യേശു പറയുന്നുണ്ട്, ലൂക്കാ 13. ലൂക്ക് ചാപ്റ്റർ 11 9-ാമത്തെ വചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. 10-ാമത്തെ വചനം വായിച്ചു. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ നോക്കുക, ചോദിക്കുന്ന ഒരു വ്യക്തി, മുട്ടുന്ന ഒരു വ്യക്തി, അന്വേഷിക്കുന്ന ഒരു വ്യക്തി പറയുമ്പോൾ ഇതിനു മുമ്പ് ചോദിച്ചുകൊണ്ടായിരുന്നു അല്ല, കണ്ടിന്യൂ എന്താ പറയുന്നത്, നിരന്തരം ചോദിക്കുകയാണ്. അപ്പൊ ആക്ച്വലി അതിനെ ഒറിജിനൽ ഗ്രീക്കിൽ കണ്ടിന്യൂയിങ് ടു സീക്ക്, കണ്ടിന്യൂയിങ് ടു ആസ്ക്. നിരന്തരം ചോദിക്കുന്നു, നിരന്തരം മുട്ടുന്നു, നിരന്തരം അന്വേഷിക്കുന്നു. അപ്പൊ ഈ രീതിയിലാണ് യേശു പ്രാർത്ഥന വിഷയം പഠിപ്പിച്ചത്. എങ്ങനെ നമ്മൾ പ്രാർത്ഥന ആയിരിക്കണം? ഈ രീതിയിലാണ്. നമ്മളൊരു കുറവുണ്ട് പ്രാർത്ഥന. എന്താണ് കുറവ്? നമ്മളൊരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ വിഷയം പ്രാർത്ഥിച്ച് കർത്താവ് ആ വിഷയത്തിന് എന്താ ഉത്തരം നൽകുന്നത്, ആ ഉത്തരം കിട്ടുന്നവരെ നമ്മൾ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ഒരു ദിവസം ആയിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലപ്പോൾ ഒരു മാസം എടുക്കാം, ചിലപ്പോൾ ഒരു 3 മാസം എടുക്കാം, ചിലപ്പോൾ ഒരു വർഷം ചിലപ്പോൾ എടുക്കാം. ഒരു വിഷയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം വീണ്ടും പ്രാർത്ഥിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ
നമുക്ക് വ്യക്തമായി കർത്താവ് ഒരു ഉത്തരം നൽകും. ആ ഉത്തരം നൽകുന്ന എങ്ങനെയാണ്? ഒരു അളവില്ലാത്ത ഒരു സമാധാനം നമ്മൾ നിറയാൻ തുടങ്ങും. ഒരു പ്രത്യേക ഒരു ചുമ്മാ ഒരു സമാധാനമല്ല, ഒരു പ്രത്യേക ഒരു സമാധാനം നമ്മൾ വെളിപ്പെടാൻ തുടങ്ങും. അപ്പൊ ആ സമയം വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോ ഒരു ബ്രേക്ക് ത്രൂ, ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ ദിവസം ആ മുന്നേറ്റം കാണില്ല, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണില്ല. പക്ഷെ ആ പ്രാർത്ഥന നമുക്ക് അവിടെ അവസാനിപ്പിക്കാൻ സാധിക്കും. ഒരു വിഷയം പ്രാർത്ഥിക്കുകയാണ്, വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പൊ വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക ഒരു അഭിഷേകം എനിക്ക് തോന്നി. അപ്പൊ എനിക്കറിയാം എന്റെ കർത്താവ് ആ പ്രാർത്ഥന ഉത്തരം നൽകാൻ പോകുന്നു. നമുക്ക് വേണമെങ്കിൽ അവിടെ പ്രാർത്ഥന അവസാനിപ്പിച്ച് നമുക്ക് നന്ദി പറയാൻ സാധിക്കും. ഞാൻ ഈ കുറെ വർഷങ്ങൾ മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ കുറച്ച് കാശ് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേറൊരു ഫ്രണ്ടിനടുത്ത് പറഞ്ഞിട്ട്, അത് ഒറീസയിലാണ് സംഭവം ഉണ്ടായത്. അങ്ങനെ അവരാ കാശ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ കാശ് തിരിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ ഞാൻ ഡിവൈനിൽ വന്നു കഴിഞ്ഞിട്ട് ഇവരെന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഈ കാശ് കൊടുത്ത ആള് രക്ഷപ്പെടാറുണ്ടായില്ല. പുലി ഇങ്ങനെ പറയും, ആക്ച്വലി ബദൽ ദേവദാസൻ അല്ലേ, അവർ ആ ബദലിന് എതിരായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ അവരിങ്ങനെ കാശ് തന്നിട്ടേ പറഞ്ഞു. അപ്പൊ അങ്ങനെ അപ്പൊ അതിന് മനസ്സിലായി. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഒരു അനുഭവം ഉണ്ടായില്ല. 2 ദിവസം പ്രാർത്ഥിച്ചു, ഒരു അനുഭവം ഉണ്ടായില്ല. അങ്ങനെ 3 ദിവസം 4 ദിവസങ്ങൾ പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു ദിവസം പ്രത്യേകമായ ഒരു ശക്തി ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പായി കർത്താവ് ആ കാശ് ആ കുടുംബം തിരിച്ചു കൊടുക്കും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവർ ആ കാശ് തിരിച്ചു കൊടുത്തു. ഞാൻ പ്രാർത്ഥന എന്താ അവസാനിപ്പിച്ചത്? എനിക്ക് അനുഭവം ഉണ്ടായി. അപ്പൊ ഞാൻ പ്രാർത്ഥന അവിടെ അവസാനിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ശിഷ്യന്മാര് ഈ പഴയ നിയമത്തിനും പ്രവാചകന്മാരും പുതിയ നിയമത്തിൽ ശിഷ്യന്മാർ ആദ്യഘട്ടത്തിന് വിശ്വാസികളെല്ലാം ഈ രീതിയിലായിരുന്നു പ്രാർത്ഥന. വെളിപ്പെടുന്ന വരെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം ഫാസ്റ്റ് ഫുഡ് ആണ്, ഷോർട്ട് കട്ട് ആണ്. ഇങ്ങനെ ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ മതി, 1 മിനിറ്റ് വിശ്വസിച്ചാൽ മതി, കാര്യം നടക്കും, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ആ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇവരെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരു ഇസ്രായേലിൽ നിൽക്കുമ്പോൾ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കേസ് എന്റെ ഡാഡി ഒരു ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് ബാങ്കിൽ ലോൺ എടുത്തിട്ട് അതിന് ഗ്യാരണ്ടി നിന്നത് എന്റെ വീട് ഉടമസ്ഥനാണ്. അപ്പൊ ഈ ലോൺ ഡാഡി തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അപ്പൊ അവർ കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്പൊ എനിക്കൊരു വിഷമായത് ഡാഡി വേണ്ടി അല്ല, അല്ലെങ്കിൽ വിഷമായത് വീട് ഉടമസ്ഥന് വേണ്ടിയാണ്. കാരണം പുലി ക്യാരക്ടറായിരുന്നു, പുലി ബുദ്ധിമുട്ടിൽ വീഴാൻ പാടില്ല. അങ്ങനെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഒരു അനുഭവം ഉണ്ടായില്ല. 2ാം ദിവസം പ്രാർത്ഥിച്ചു, ഒരു അനുഭവം ഉണ്ടായില്ല. അങ്ങനെ 3 ദിവസം പ്രാർത്ഥിച്ചു, 4 ദിവസം പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. പ്രത്യേക ഒരു അഭിഷേകം തോന്നി. സ്വരം കേട്ടു, ഒന്നും സംഭവിക്കില്ല. സ്വരം കേട്ടത് ഒന്നും സംഭവിക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കേസ് ഇല്ലാതായിപ്പോ. അങ്ങനെ എക്സാക്ട്ലി അങ്ങനെ കേസ് ഇല്ലാതായിപ്പോയി. അപ്പൊ അത് നമ്മൾ വ്യക്തികളെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും. അങ്ങനെ ഒരു അനുഭവം കിട്ടുന്നവരെ പ്രാർത്ഥിക്കുന്ന വിഷയം നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മളെ ഒരു പ്രാർത്ഥന നിർത്താൻ പാടില്ല. ചില പ്രാർത്ഥിക്കുമ്പോൾ ഭാരം തോന്നാം. ഭാരം നിർത്തി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കുമല്ലോ. അപ്പൊ നമ്മൾ ഭാരം തോന്നിയാൽ എന്ത് തോന്നിയാലും ആ വിഷയം കർത്താവിന്റെ സ്വരം കേൾക്കണം. കർത്താവ് പറയണം എന്താണ് പറയണം. ഒരു ദിവസം ഞാൻ ഡിവൈൻ താമസിക്കുമ്പോൾ, ഗസം പ്രാർത്ഥന കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ താമസിക്കുമ്പോൾ എന്റെ ഡാഡി സുഖമില്ലാത്ത അവസ്ഥയായി. ഒരു ആൾക്ക് ഹാർട്ടിൽ പ്രോബ്ലം വന്നു. അപ്പൊ അവർ ഒരു പേസ് മേക്കർ ഇടണം ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നെ ഒരു അങ്കിളിനെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. അപ്പൊ ആക്ച്വലി പോയത് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ ആ ദിവസങ്ങളിൽ അങ്ങനെ മാറി നിൽക്കാറുണ്ടായിരുന്നു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ അങ്ങനെ മാറി നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസം 4 ദിവസം മാറി നിൽക്കും. അങ്കിൾമാരുടെ വീട്ടിൽ പോയി അങ്ങനെ പ്രാർത്ഥിക്കും, മുറിയിലിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ അവിടെ ജസ്റ്റ് എത്തിയുള്ളൂ. അപ്പൊ ആന്റി പറഞ്ഞു ഡാഡിക്ക് സുഖമില്ല, അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ അവിടെ വന്നിരിക്കുന്നത് ലോകരാജ്യം വേണ്ടി പ്രാർത്ഥിക്കാനാണ്, ഡാഡി വേണ്ടി പ്രാർത്ഥിക്കാനല്ല. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ മുറിയിൽ കയറി ലോകരാജ്യങ്ങൾ വേണ്ടി 1 ദിവസം 2 ദിവസം മുമ്പ് എല്ലാ ലോകരാജ്യം വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ആണ് ഡാഡി വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഡാഡിക്ക് ഒരു അത്ഭുതം ഉണ്ടാവണം ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും, ഡാഡി വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സ്വരം കേൾക്കാണ്. സർജറി ഓപ്പറേഷൻ ഒരു സ്വരം കേൾക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി സർജറി മുഖാനെ ആയിരിക്കും കർത്താവ് ഡാഡിനെ സുഖപ്പെടുത്താൻ പോകും.
അപ്പൊ ആ വിഷയം പ്രാർത്ഥിച്ചു. ആളുകൾ ഉണ്ടാവാൻ, സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടാവാൻ, കൂടെ ഡാഡിനെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാകും. അങ്ങനെ പ്രാർത്ഥിച്ച് അത്ഭുത രീതിയിൽ കർത്താവ് ഡാഡിനെ നയിച്ചു. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്താ പറയുന്നു കേൾക്കുന്ന ഉത്തരവാദിത്തം നമുക്കാണ്. അപ്പൊ നമ്മൾ തീവ്രമായി പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് അത് കേൾക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ, ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ കർത്താവ് എന്താ പറയുന്നു ശ്രദ്ധിക്കണം. ഞാൻ വർഷങ്ങൾ മുമ്പ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകുമ്പോൾ പ്രവചനങ്ങൾ വരാറുണ്ടായിരുന്നു. പ്രവചനം ഇതായിരുന്നു: ആന്റണി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആന്റണിക്ക് ഉത്തരം നൽകുന്നുണ്ട് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അത് കർത്താവ് പറയാണ്, ആന്റണി ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉത്തരം നൽകുന്നുണ്ട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തോ ഒരു വെളിപ്പെടുത്തൽ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ശബ്ദമായിരിക്കാം, ചിലപ്പോൾ ഒരു അഭിഷേകമായിരിക്കാം, ചിലപ്പോൾ ഒരു സമാധാനമായിരിക്കാം. അത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എന്തൊരു പ്രത്യേക ഒരു അഭിഷേകം തോന്നിക്കഴിഞ്ഞാൽ ആ കാര്യം കർത്താവ് നടത്താൻ പോകുന്നതാണ് അതിന് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമ്മളെ പ്രാർത്ഥന ജീവിതം തീവ്രതയിൽ കൊണ്ടുവരണം. അങ്ങനെ പരിശുദ്ധാത്മാവെ സഹായിക്കാൻ കാത്തിരിക്കുന്നു, പരിശുദ്ധാത്മാവെ സഹായിക്കും. പിന്നെ വേറൊരു വിഷയമുണ്ട്, നമ്മളെ പ്രാർത്ഥനയിൽ കൂടുതൽ സഹായിക്കുന്ന വചന വായന ആണ്. നമ്മൾ വചനം കുറെ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന തീവ്രത ഉണ്ടാവും. നമുക്ക് കുറെ വചനം വായിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക ഒരു തീവ്രത ആണ്. കാരണം അവർക്ക് ജമാല ചൊല്ലാൻ മുമ്പെല്ലാം കുറെ നേരം വചനം വായിച്ച് ജമാല ചൊല്ലുമ്പോഴെല്ലാം പ്രത്യേക ഒരു അഭിഷേകമാണ്. അപ്പൊ നമ്മൾ വ്യക്തിപരമായി വചനം എത്ര കൂടുതലായിട്ട് വായിക്കും, എത്ര കൂടുതലായിട്ട് പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ വെളിപ്പെടാൻ തുടങ്ങും. പ്രാർത്ഥനയുടെ ശക്തി ഉണ്ട്, അത് നമ്മൾ വെളിപ്പെടാൻ തുടങ്ങും. എന്റെ പുസ്തകത്തിന് പേര് ഇംഗ്ലീഷിൽ പേരിതാണ് വെൻ വി പ്രേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. അത് സെക്കൻഡ് ടൈറ്റിൽ എന്താണ്? പ്രാർത്ഥന ശക്തിയാൽ നവീകരിക്കപ്പെടുക. അപ്പൊ പ്രാർത്ഥന ശക്തി ഉണ്ട്. ആ പ്രാർത്ഥന ശക്തി നമുക്ക് എല്ലാ ദിവസവും നമുക്ക് നവീകരിക്കപ്പെടാൻ സാധിക്കും. ആ പ്രാർത്ഥന ശക്തി മുഖേന എല്ലാ ദിവസവും ഒരു പുതുമ നമ്മൾ വെളിപ്പെടും. യഥാർത്ഥ രീതിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആയിരിക്കും. ചോദ്യങ്ങൾ എന്തുകൊണ്ട് പ്രാർത്ഥന വിഷയം ചോദിക്കാം. നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാ സംസാരിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചിന്തകളായിരിക്കാം, ചിലപ്പോൾ വചന മുഖാനായിരിക്കാം, ചിലപ്പോൾ ഒരു ദർശനം, ഒരു ചിത്രമായിരിക്കാം, ചിലപ്പോൾ മൃദുലമായ സ്വരമായിരിക്കാം. അപ്പൊ എങ്ങനെയാണ് എൻ്റെ അടുത്ത് കർത്താവ് സംസാരിക്കുന്നത് ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആ ശബ്ദം വരും, ചിലപ്പോൾ ചിന്തകളാവാം. അപ്പൊ അത് നമ്മളത് ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ ആർക്കെന്താ ചോദ്യങ്ങളുണ്ടോ? പഠിപ്പിച്ച വിഷയത്തിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. Colossians chapter 4. കൊലോഷ്യർ 4 12 വചനം. കൊരിന്ത്യർ 4:12. നിങ്ങളിൽ നിന്നുള്ളവനും യേശുക്രിസ്തുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ദൈവ തിരുമനസ്സിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനും പക്വമതികളായി നിൽക്കുന്നതിനും വേണ്ടി അവൻ തന്റെ പ്രാർത്ഥനകളിൽ താല്പര്യപൂർവ്വം നിങ്ങളെ അനുസ്മരിക്കുന്നതാണ്. അപ്പൊ താല്പര്യപൂർവമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് മലയാളം ബൈബിൾ പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നതല്ല, ഹീസ് ഓൾവേസ് റെസ്ലിംഗ്. നിരന്തരം നിങ്ങൾക്ക് വേണ്ടി മൽപിടുത്തം പിടിക്കുകയാണ്. ആരാ? ഇഫാഫ്രസ്. എന്തിനാ മൽപിടുത്തം പിടിക്കുന്നത്? യേശു ക്രിസ്തുവിൽ പക്വത പ്രാപിക്കാൻ. അപ്പൊ ഒരു വ്യക്തി യേശു രൂപാന്തരപ്പെടാനും യേശുവിൽ വളരാനും വേറെ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു വ്യക്തി രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിൽ ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാവില്ല, ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇവിടെ നോക്ക്, ഇഫാഫ്രസ് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? യേശു ക്രിസ്തുവിൽ അവർ വളരാനും യേശുവിൽ പക്വത പ്രാപിക്കാൻ ആള് തീവ്രമായി മൽപിടുത്തം. ഇംഗ്ലീഷ് വാക്ക് റെസ്ലിംഗ് ആണ്. റെസ്ലിംഗ് മൽപിടുത്തമാണ്. അപ്പൊ മൽപിടുത്തം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി പ്രാർത്ഥനയിൽ മൽപിടുത്തം നടത്തുമ്പോൾ എങ്ങനെ ആയിരിക്കും? എന്താ ആവശ്യം? ജയിക്കണം. ആവശ്യമാണ്. കാരണം സാത്താനെ പരാജയപ്പെടുത്താൻ
ചിലപ്പോൾ മൽപ്പിടുത്തം പ്രാർത്ഥന ആവശ്യമാണ്. എന്റെ അടുത്ത് വടക്കേണ്ടിയിൽ നിന്നൊരു അച്ഛൻ വിളിച്ചുണ്ടായിരുന്നു. അവരൊരു 700 കുടുംബം മാമോദിസ കൊടുത്തുണ്ട്. അതൊരു സ്ഥലം പേര് ഞാൻ പറയില്ല, വടക്കേണ്ടിയതാണ്, പ്യുവർ വടക്കേണ്ടിയ. അപ്പൊ ഒരു ചോദ്യം ഇതായിരുന്നു, ഇവർക്കൊരു അത്ര പക്വത പറഞ്ഞില്ലല്ലോ ഈ ചോദ്യമായിരുന്നു. എന്താ കാരണം? അവൾ മാമോദിസ മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വ്യക്തി ഒരാൾ പേര് പറഞ്ഞ് 8 പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ രൂപീകരിക്കപ്പെടും. എന്തിനാണ് ഇപ്പൊ ഈ ധ്യാനങ്ങൾ കൂടി മനസാന്തരപ്പെട്ടു പക്വത്തിൽ വരാത്ത കാരണം എന്താണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആദില്ല. ഈ രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് രൂപാന്തരീകരണം ഉണ്ടാവും, അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അവർ ഒരു പ്രത്യേക രീതിയിൽ പരിശുദ്ധാത്മ അവരെ പ്രവർത്തിച്ച് അവർക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പൊ അക്ഷരത്ത് വച്ച ജസ്റ്റ് നമ്മുടെ മാംസം കൊടുത്തി അവർ സ്വീകരിച്ച് നല്ലതാണ്. നമ്മൾ അവരുടെ പേരെല്ലാം ലിസ്റ്റിൽ എഴുതി ഓരോ വ്യക്തിയുടെ പേര് എഴുതി നമ്മൾ വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ചോദ്യങ്ങൾ എന്തുകൊണ്ട് പ്രാർത്ഥന വിഷയത്തിൽ പഠിപ്പിച്ച കാലത്ത് ചോദ്യങ്ങൾ എന്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ? ആ ഗസ്റ്റമിൽ കാണാറുണ്ടായിരുന്നു, ഒരു വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഭയങ്കരമായിട്ട് വേർക്കുമാകും. വേറെ ചോദ്യങ്ങൾ എന്തുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശുവേ നന്ദി കർത്താവേ, സമയം ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ ഉള്ളിൽ നിക്ഷേപിച്ച വചനങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് നൽകിയ സൗഖ്യങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് വെളിപ്പെടുത്തിയ അഭിഷേകങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും വായിത്തൊന്ന് ശ്രദ്ധിക്കുക. Praise you, Jesus. Thank you, Lord. Hallelujah.
ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹലബാറാ, ഹലബാറാ, ഹലബാറിയാ, റിയാ, റിയാ, റിയാ. ഹല്ലേലൂയ, 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 സംസ്ഥാനത്ത് വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജില്ലകളിൽ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. കുറ്റാവിൽ വെളിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Jesus, thank you, Lord. Hallelujah, hallelujah. Thank you, Lord. Praise the Lord. Thank you, Lord. Hallelujah. Praise the Lord. Thank you. Holy Spirit. സ്നേഹനിധിയായ ദൈവമേ, ആന്റണി ബ്രദറിലൂടെ ഞങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉൾക്കാഴ്ച പറഞ്ഞതിനോർത്ത് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. ഈശോയെ, ആഴമുള്ള പ്രാർത്ഥനാ ജീവിത രീതി ഞങ്ങളിൽ നിറയ്ക്കണമേ. പ്രാർത്ഥനാ ചൈതന്യമുള്ളവരായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. Praise the Lord. Thank you, brother. ആമേൻ. ശുഭശാസ്ത്രിയായിരിക്കും. താങ്ക് യു.